അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിലെ ഒന്നാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ എല്ലാ പാഠങ്ങളുടെയും തദ്രീബാത്ത് ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾ ഫെയറിൽ എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലേ? നമുക്കിനി രണ്ടാമത്തെ പാർട്ടിൻ്റെ വീഡിയോസാണ് കാണാനുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അദ്ദർസുൽ അവൽ, ഒന്നാമത്തെ പാഠം ഖാലിഖു കുല്ലി ഷൈഅ. ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കുന്നതിന് മുമ്പ് ഈ പാഠമൊന്ന് വായിച്ച് മനസ്സിലാക്കാം. ഹായ്, നോക്കൂ, നമ്മുടെ മുല്ല വിടർന്നു, പൂമ്പാറ്റകളെത്തി. എന്തൊരു ഭംഗി! പൂമ്പാറ്റയ്ക്ക് ഈ പുള്ളിയുടുപ്പ് എവിടുന്നാണ് കിട്ടിയത്? നാജിയ ചോദിച്ചു. അതിന് ഉമ്മ മറുപടി പറയുന്നു, മോളെ, അതിനെ അല്ലാഹു തആല അങ്ങനെയാണ് പടച്ചത്. സുഗന്ധം പരത്തുന്ന പൂക്കൾ, ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ, പാലൊളി വിതറുന്ന അമ്പിളി, എല്ലാം പടച്ചത് അല്ലാഹു തആലയാണ്. രാവിലെ സൂര്യൻ ഉദിക്കുന്നു, അതോടെ പകൽ തുടങ്ങുന്നു. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നു, അപ്പോൾ രാത്രിയാകുന്നു. ഇതെല്ലാം അല്ലാഹു തആലയുടെ സൃഷ്ടിയാണ്. വെയിൽ നൽകുന്നതും മഴ വർഷിപ്പിക്കുന്നതും അവൻ തന്നെ. ഈ ഭൂമിയും അതിലെ ജീവജാലങ്ങളുമെല്ലാം അവൻ പഠിച്ചതാണ്. എല്ലാറ്റിനും ഭക്ഷണം നൽകുന്നത് അവനാണ്, പരിപാലിക്കുന്നതും അവൻ തന്നെ. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അവൻ ഏകനാണ്, അവനെപ്പോലെ ആരുമില്ല, അവൻ ഒരാളെപ്പോലെയുമല്ല. അവൻ അന്യാശ്രയമില്ലാത്തവനാണ്, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്, എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അവൻ എല്ലാം അറിയുന്നവനും എല്ലാം ചെയ്യാൻ കഴിവുള്ളവനുമാണ്. അല്ലാഹു തആല നന്മ ചെയ്തവർക്ക് സ്വർഗവും തിന്മ ചെയ്തവർക്ക് നരകവും നൽകും. ഈ പാഠത്തിൻ്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. ആ ബോക്സിലുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹുവല്ലാഹുൽ ഖാലിഖ്, അല്ലാഹു തആലയാണ് സൃഷ്ടാവ്. ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളും സൃഷ്ടിച്ചത് അല്ലാഹു തആലയാണ്. അവയെ പരിപാലിക്കുന്നതും അവൻ തന്നെയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് അള്ളാഹുവിനെ കുറിച്ച് ഈ പാഠത്തിൽ മനസ്സിലാകില്ലേ? നമുക്കിനി ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നസ്ൽ വനഖറ. അതിൽ ഒന്നാമത്തത്, ഇവിടെ അല്ലാഹു തആല എന്ന് വലുതായി എഴുതിയിരിക്കുന്നു. ഇപ്പുറത്ത് അവൻ്റെ കഴിവുകൾ എഴുതിയിരിക്കുന്നു. അല്ലാഹു തആല മഴ വർഷിപ്പിക്കുന്നു. അല്ലാഹു തആല ജീവജാലങ്ങളെ പരിപാലിക്കുന്നു. അല്ലാഹു തആല ആരെപ്പോലെയുമല്ല. അല്ലാഹു തആല അന്യാശ്രയമില്ലാത്തവൻ. അല്ലാഹു തആല എല്ലാം കാണുന്നവൻ. അല്ലാഹു തആല എല്ലാം കേൾക്കുന്നവൻ. അല്ലാഹു തആല എല്ലാം അറിയുന്നവൻ. ഇനി രണ്ടാമത്തത്, നമ്മെ പടച്ചവൻ അല്ലാഹു തആല, ഭൂമിയെ പടച്ചവൻ അല്ലാഹു തആല, ജീവജാലങ്ങളെ പടച്ചവൻ അല്ലാഹു തആല, ഭക്ഷണം നൽകുന്നവൻ അല്ലാഹു തആല, ഏക ഇലാഹ് അല്ലാഹു തആല, എല്ലാവരുടെയും ആശ്രയം അല്ലാഹു തആല, സ്വർഗവും നരകവും നൽകുന്നവൻ അല്ലാഹു തആല. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നുജീബ്. 1. അല്ലാഹു തആലയുടെ വിശേഷണങ്ങളിൽ 3 എഴുതുക. ഉത്തരം: അല്ലാഹു അവൻ ഏകനാണ്, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്, അവൻ എല്ലാം അറിയുന്നവനാണ്. 2. അല്ലാഹു തആലയുടെ സൃഷ്ടികളിൽ 5 പേരെഴുതുക. ഉത്തരം: 1 സൂര്യൻ, 2 ഭൂമി, 3 ചന്ദ്രൻ, 4 നക്ഷത്രങ്ങൾ, 5 ജീവജാലങ്ങൾ. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നുൻഷി ഉൽ ജുമൽ. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ വരുന്നതുപോലെ വാചകങ്ങൾ നിർമ്മിക്കണം. 1. താരങ്ങൾ. ഉത്തരം: ആകാശത്ത്
മിന്നിത്തിളങ്ങുന്ന താരങ്ങളുണ്ട്. 2. അമ്പിളി. ആകാശത്ത് പാലൊളി വിതറുന്ന അമ്പിളി ചന്തമുണ്ട്. 3. ജീവജാലങ്ങൾ. എല്ലാ ജീവജാലങ്ങളും അല്ലാഹു തആലയുടെ സൃഷ്ടിയാണ്. 4. സുഗന്ധം. പൂക്കൾ സുഗന്ധം പരത്തുന്നു. 5. തുടങ്ങുന്നു. രാവിലെ സൂര്യൻ ഉദിക്കുന്നതോടെ പകൽ തുടങ്ങുന്നു. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.